ഹലോ, വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ആന്ധ്രാപ്രദേശ് സ്റ്റൈലിൽ ഒരു മിർച്ചി ബജ്ജി കണ്ടാലോ? ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ദിസ് ഇസ് എസ് കെ ആൻഡ് യു ആർ വാച്ചിങ് എസ് കെസ് വ്ളോഗ്സ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ അപ്പം ഞാനിവിടെ 6 മിർച്ചി മുളകാണ് എടുത്തത്. ഇത് ആന്ധ്രാപ്രദേശിലെ മിർച്ചി മുളകാണ്. ആന്ധ്രാപ്രദേശിൽ പല രീതിയിലുള്ള ബജ്ജികളുണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ മിർച്ചി ബജ്ജിയാണ്. പല രീതിയിലുള്ള സ്റ്റഫിങ്സൊക്കെ വെച്ചിട്ടുള്ള മിർച്ചി ബജ്ജിയുണ്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓണിയൻ സ്റ്റഫ് ചെയ്ത മിർച്ചി ബജ്ജിയാണ്. അപ്പോൾ ഓരോ ചില്ലീസ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഉള്ളിലുള്ള സീഡ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും. അങ്ങനെ ഓരോന്നായി കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റി സ്നാക്കാണ്. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളിലുള്ള സീഡ്സ് റിമൂവ് ചെയ്യാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റഫിങ്ങിനുള്ള ഓണിയൻസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 ഓണിയനാണ് എടുത്തത്. ചിലർ സ്റ്റഫിങ്ങിന് വേണ്ടി ക്യാരറ്റ് യൂസ് ചെയ്യും, മല്ലിയില യൂസ് ചെയ്യും. പിന്നെ ചിലർ പൊട്ടാറ്റോ മസാല പോലെ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റഫ് ചെയ്തിട്ട് ബട്ടറിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മിർച്ചി ബജ്ജീസ് ഉണ്ട്. ഇന്ന് നമുക്ക് ഓണിയൻ മിർച്ചി ബജ്ജി നോക്കാം. സോ ഓണിയൻസ് എല്ലാം ഇതുപോലെ ചെറിയ സ്ലൈസ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഓണിയൻ എല്ലാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് കടലമാവാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചുകൊണ്ട് നമുക്ക് ബാറ്റർ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശ ബാറ്റർ പോലെ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. കൈകൊണ്ടും മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ യൂസ് ചെയ്തത്. അങ്ങനെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗ്ലാസ്സിലാവുമ്പോൾ ഈസി ആയിട്ട് ഓരോ ചില്ലിയും അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ കളക്ട് ചെയ്തത്. ഇപ്പോൾ സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഓയിൽ എടുക്കാം. ബജ്ജി ഫ്രൈ ചെയ്യാനല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ വേണ്ടി വരും. ഇത് സൺഫ്ലവർ ഓയിലാണ്. അങ്ങനെ എണ്ണ ചൂടായോന്ന് നോക്കിയിട്ട് ഓരോ മിർച്ചി എടുത്തിട്ട് ഉള്ള ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഇടാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ഡിപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കടായി എടുത്തിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാം. ഞാനിവിടെ ചെറിയ കടായാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇട്ട ഉടനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം അങ്ങനെ തന്നെ വിട്ടിട്ട് അത് ഇങ്ങനെ ഓയിലിൽ നിന്ന് വിട്ട് വരണം. അങ്ങനെ വിട്ട് വന്നു മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കണം.
അങ്ങനെ ഫസ്റ്റ് ഇട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മിർച്ചിയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓണിയൻ സ്റ്റഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഓണിയൻ അതിലേക്ക് സ്റ്റഫ് ചെയ്യാം. അങ്ങനെ വീണ്ടും സ്ലൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് ഓണിയൻസ് സ്റ്റഫ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ചായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണം. അങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നായി ഞാനെല്ലാം ചെയ്തെടുത്തു. ഇനിയാണ് ഫൈനൽ ടച്ച്. ഇതിങ്ങനെ കഴിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ലെമണും കൂടി വേണം. ലെമനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ലെമൺ ജ്യൂസൊക്കെ സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആൻഡ് ഈസിയായി ആന്ധ്ര സ്റ്റൈലൊരു മിർച്ചി ബജ്ജി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.